എന്റെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന ഹദീസിനെ നമ്മുടെ മലബാർ ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം ഇനി ഞാൻ പറയും പോലെ എന്താ അതിന്റെ അർത്ഥം? ഇന്റെ വാപ്പ ആരാന്നറിയാം എനിക്ക് ഇബ്രാഹിമാണ്, ആലോചിച്ച് കളിച്ചോളുണ്ടോ എന്നാണ് അതിന്റെ അർത്ഥം. ഇതിനെ മലയാളത്തിൽ നമ്മളെ മലബാർ ഭാഷയിലേക്ക് അതിന് കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം അതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയെ കൊണ്ട് അഭിമാനം പറഞ്ഞു. എന്താ കാരണം? വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാകുക എന്നതാണ് കാരണം. അൽ വലദു സിർറു അബീഹി എന്നാണ്, പിതാവിന്റെ സ്വകാര്യമാകുന്നു മകൻ അല്ലെങ്കിൽ മകൾ എന്നാണ്. മകൻ എന്ന് പറയുന്നത് മകൾ അതിൽ പെടാത്തതുകൊണ്ടല്ല, അറബി ശൈലി അനുസരിച്ച് പുരുഷനെ മുന്തിച്ചു പറയുന്നതാണ് അറബിയിലുള്ള ഒരു ശൈലി. അതുകൊണ്ട് അങ്ങനെ പറയാണ്. മകൻ എന്ന് പറഞ്ഞിടത്തൊക്കെ മകളും ബാധകമാണ്. മോനായാലും മോളായാലും വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാവുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുണം എന്താണ്? മുത്തുനബിയുടെ ഗുണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുണം എന്താണ്? സിദ്ദീഖുൽ അക്ബറിന്റെ ഗുണം. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. പ്രസംഗം എന്നുള്ള അർത്ഥത്തിൽ ആദ്യമായിട്ട് ഈ ഉമ്മത്തിൽ പ്രസംഗിച്ച ആള് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അത് സംഭവിച്ചത്. ഒരിക്കൽ മുസ്തഫ നബിനോട് ചോദിച്ചു, നബിയെ, നമ്മൾ ഈ പറയുന്നത് സത്യമല്ലേ എന്ന് ചോദിച്ചു. ആണ് പറഞ്ഞു. നമുക്കൊരു പൊതുയോഗം നടത്തല്ലേ ചോദിച്ചു. അന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വകാര്യത്തിൽ ദീനീ പ്രബോധനം നടത്തുന്ന കാലഘട്ടമാണ്. ഞമ്മക്കൊരു പൊതുയോഗം നടത്തുക എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അതൊന്നും ഇപ്പൊ വേണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ചോളാറുണ്ട്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ കഅബയുടെ അടുക്കൽ ഒരു പൊതുയോഗം വെച്ചു. പൊതുയോഗം വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ ദാറുൽ അസ്ഹറിന്റെ വാവാട് ഉസ്താദിന്റെ അനുസ്മരണം പോലെ തോന്ന ആള് വന്നിട്ടുണ്ടാവും, പന്തലുണ്ടാവും എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അന്നാകെ ഇസ്ലാമിൽ 60 ആൾക്കാരുണ്ട്. 60 ചില്ലാനം ആളുകളാണ് ആകുള്ളത്. അതിനനുസരിച്ചുള്ളൊരു പൊതുയോഗം എന്തായാലും തീരുമാനിച്ചു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രഭാഷകനായി എത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. പ്രസംഗം കേട്ടപ്പോ ഖുറൈശികൾക്ക് എതിർപ്പ് കൂടി. അവർ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങോട്ട് പോയി, നാല് ആൾക്കാർ ഇങ്ങോട്ട് നോക്കുള്ളൂ. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അലൈഹി അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇന്നെ നോക്കണം ഞങ്ങള്, നിങ്ങളെടുക്കാൻ നോക്കണ വെച്ചാൽ അങ്ങനെ ഞാനും നോക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. അതാണ് നോട്ടമില്ലാതെ വയറില്ല. ഇവിടെ എന്നല്ല എവിടെയും പറയില്ല നോക്കാത്ത വയറിൽ. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയോ. ഞാൻ കടലാസുകൾ പോലും കൈ പിടിക്കാത്തത് നിങ്ങളിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കടലാസുകൾ നോക്കണ ആ നേരങ്ങളിൽ നിന്ന് നോക്കാതിരിക്കുമല്ലോ, അതും കൂടി വേണ്ടായിരുന്നിട്ടാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയേ പറ്റുള്ളൂ. ആണുങ്ങൾ കേട്ടോ, പെണ്ണുങ്ങൾ പിന്നെ ഓല വയ്ക്കുക എന്താ ചാവട്ടെ, ഒച്ചടാൻ ഞാൻ മതി. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. മുഅ്മിനീങ്ങളെ, അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രസംഗം തുടങ്ങി. പ്രസംഗം കേട്ടപ്പോൾ ഖുറൈശികൾക്ക് ദേഷ്യം വന്നു. കാരണം ആ പ്രസംഗം മദ്ഹുൻ നബി ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടാലും നല്ലോണം വീറൊടിച്ച. അങ്ങനെയാണ്. ഇനിയിപ്പോ റബീഉൽ അവ്വൽ വരികയാണ്. ഇനിയിപ്പോ മുഹറമായല്ലോ, സഫർ ഉണ്ടാവുമ്പോൾ തന്നെ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. നബി തങ്ങളെ മത് കേട്ടാലാണ് ഏറ്റവും വീറ. ഏതായാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം തുടങ്ങി. വിഷയം മദ്ഹുൻ നബി ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറിട്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഏറ് കിട്ടി, അടി കിട്ടി. അവസാനം മഹാനായ സിദ്ദീഖുൽ അക്ബർ ബോധരഹിതനായി വീണു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു.
സംഗതി അങ്ങനെയൊക്കെ ആയാലും കുടുംബത്തിനന്ന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. മഹാനവറുകളുടെ കുടുംബക്കാർ ഓടി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ബോധമുണ്ടായിരുന്നില്ല. അന്ന് വെള്ളം ഇറങ്ങണില്ല, നേരങ്ങത്തിൽ ശ്വാസം വലിക്കാൻ പറ്റണില്ല. സിദ്ദീഖിന്റെ കുടുംബം ഈ അടിയിൽ സിദ്ദീഖ് വഫാത്താകുമെന്ന്, മരണപ്പെടുമെന്ന് വിചാരിച്ചു. അതാണ് അപ്പോഴത്തെ അവസ്ഥ, ബോധമില്ല. അതുകൊണ്ട് അവർ യോഗം ചേർന്ന് തീരുമാനിച്ചതിന് ശേഷം കഅബയുടെ അടുക്കൽ വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ അസുഖത്തിൽ സിദ്ദീഖ് മരണപ്പെട്ടാൽ അതിന് പകരമായി ശൈബത്തിനെ കൊല ചെയ്യുന്നതാണ് പ്രഖ്യാപിച്ചു. ഖുറൈശികളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ശൈബത്ത്. इतनी अच्छी कहानी लव ट्रायंगल में कैसे बदल गई? तुम एक साथ मुझे और इस जियांग दोनों को डेट कर रही हो. പ്രഖ്യാപനമൊക്കെ നടത്തി ഓല് വീട്ടിലേക്ക് എത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം വന്നിട്ടുണ്ട്. ബോധം വന്ന ഉടനെ ആദ്യമായിട്ട് ചോദിച്ചു, മുഹമ്മദ് എവിടെ ഉള്ളതെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബക്കാർക്ക് ഈറടിച്ചു. ആകെ വലിയ എടുത്തുടർന്ന ഈ ചോദ്യം ഇല്ലാതിരിക്കാൻ ഈറടിച്ചപ്പോ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാട് പറഞ്ഞു, ചെറുക്കന് തിന്നാൻ എന്തേലും കൊടുത്താൽ ഞങ്ങൾ പോവുകയാണ്, നോക്കാനാവില്ല അറിഞ്ഞാണ്ട് ഓലെല്ലാരും പോയി. ഉമ്മ ഭക്ഷണവുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ മുഹമ്മദിന്റെ വിവരം കിട്ടണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഉമ്മ ചോദിച്ചു, ഞാൻ ഈ നട്ടപ്പാതിരക്ക് എവിടുന്ന് വിവരം കിട്ടാനാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഖത്താബിന്റെ മകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമയുടെ അടുക്കൽ പോയാൽ വിവരമറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് രാത്രിയിലെ വടി കുത്തിപ്പിടിച്ചെന്നൊക്കെ ഒരു സംഗതി പറയുമ്പോഴുള്ള ചൊറുക്കാണ് കേട്ടോ. എവിടെ ഉസ്താദെ വടി കുത്തിപ്പിടിച്ചു എന്ന് ഏത് കിതാബിലാ പറഞ്ഞെന്ന് ചോദിക്കരുതേ. ഒരു വിഷയം, ഒരു ചരിത്രം പറയുമ്പോ അതിന്റെ ഒരു ചൊറുക്കുണ്ടല്ലോ. അങ്ങനെ രാത്രിയിലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇപ്പൊ ഒന്നും പറയാൻ നിർവാഹമില്ല, അതുകൊണ്ടാണ്, അല്ല അതൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെയാണ് സംഗതി ചൊറുക്കിനിങ്ങനെ പറയുമ്പോ. എന്തായാലും രാത്രി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മ ഇറങ്ങിയിട്ട് ഖത്താബിന്റെ വീട്ടിൽ പോയി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങള് ഫാത്തിമനെ കണ്ടു. മുഹമ്മദിന്റെ വിവരം എന്താന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് പറഞ്ഞു, ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റിയതല്ല, പറയാൻ കഴിയൂല, അത് കിട്ടിയില്ലെങ്കിൽ എന്റെ കുട്ടി ഭക്ഷണം കഴിക്കൂല, ഓപ്പം മരിച്ചു പോകും പറഞ്ഞു. നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഞങ്ങളൊപ്പാട് പോരാറുന്നു, അന്ന് പോരാറുന്നു. അങ്ങനെ രണ്ടാകൂടി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് ചോദിച്ചു, മുഹമ്മദിന്റെ വിവരം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, അർഖമിന്റെ വീട്ടിൽ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ നബിനെ കണ്ടിട്ടല്ലാതെ ഭക്ഷണം കഴിക്കൂല, അതുവരെ വിവരം കിട്ടിയാൽ കഴിക്കുന്നായിരുന്നു, അപ്പൊ ഇനി കണ്ടിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താങ്ങി പിടിച്ച് നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഇതെന്താ പറഞ്ഞ നിങ്ങള്, ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ്. എന്നാൽ ഈ ഉമ്മത്തിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആള് ആയിഷത്തു സിദ്ദീഖയാണ്. ബാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാകുക എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. അനഫീ മില്ലത്തി അബീ ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അറുക്കപ്പെട്ട ആള് ഈ അബ്ദുൽ മുത്തലിബിന് ആദ്യം മക്കളുണ്ടായിരുന്നില്ല. അബ്ദുൽ മുത്തലിബ് തന്റെ പിതാവിന്റെ സഹോദരന്റെ കൂടെ മക്കയിലേക്ക് താമസം മാറിയതാണ്. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അവര് പാപ്പാപ്പാരായിട്ട് വലിയ പൈസക്കാരാണ്, സമ്പന്നരാണ്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കഅബയുടെ അടുത്ത് ചെന്ന് പല ദുആകളും നേർച്ചകളും ഒക്കെ നടത്തി. എന്തായിട്ടും കുട്ടികളില്ല, ഇനിയൊരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുമായി. അപ്പോൾ ഒരു ദുആ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊരു കുട്ടി ഉണ്ടാകുകയില്ല, ആ കുട്ടിനെ ഞാൻ അറുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 13 മക്കളാണ് ഉണ്ടായി. വേറെ അഭിപ്രായത്തിൽ 16 മക്കളുണ്ടായി അബ്ദുൽ മുത്തലിബിന്. അതിലെ ചെറിയ മകനാണ് അബ്ദുള്ള എന്ന് പറയുന്ന മോൻ, മുത്തുനബിയുടെ വാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം. 13 മക്കൾ അല്ലെങ്കിൽ 16 മക്കളുണ്ടായ സാഹചര്യത്തിൽ ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് മക്കളെ വിളിച്ചോട്ടിട്ട് പറഞ്ഞു, കുട്ടികളെ
വാപ്പാക്കൊരു നീർച്ച ഉണ്ടായിരുന്നു പറഞ്ഞു. എന്തേ ചോദിച്ച്, ഞാൻ എനിക്ക് കുട്ടികളില്ലാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു നീർച്ച, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കുട്ടി ഉണ്ടായാലും ഒരു കുട്ടീനെ അർക്കൊന്ന് നീർച്ചാക്കിയിട്ടുണ്ട്, എന്തപ്പോ കാട്ടാന്ന് ചോദിച്ചപ്പോ 16 മക്കളും പറഞ്ഞു ഞങ്ങൾ അർത്തോളി പറഞ്ഞു. 16 ആളും പറഞ്ഞു ഞങ്ങൾ അർത്തോളി പറഞ്ഞു. എല്ലാവർക്കും സമ്മതമാണ്. ഇനിയിപ്പോ എന്താ കാട്ടുക എന്നുള്ള പ്രശ്നമായപ്പോ അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു. അങ്ങനെ നറുക്കിട്ടപ്പോ കിട്ടിയത് അബ്ദുള്ളാന്റെ നറുക്കാണ്. അപ്പൊ ബാക്കിയുള്ള മക്കൾ പറഞ്ഞു അബ്ദുള്ളാൻ അറുക്കണ്ട, ഒന്ന് ചെറിയ മോനാണ്, 2 കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ആളാണ്, അതിന് പകരം വേറെ ആരെങ്കിലും അറുത്തോളി പറഞ്ഞു. രണ്ടാമത് നറുക്കിട്ടു, കിട്ടിയത് അബ്ദുള്ളാന്റെ നറുക്കാണ്. അപ്പോഴും പറഞ്ഞു എല്ലാരും ഒന്നുങ്ങെടുത്താൽ മൂന്നുങ്ങളോടല്ലേ, ഒന്നും കൂടി ഇട്ടോക്ക് പറഞ്ഞു. മൂന്നാമത് നറുക്കിട്ടു, അപ്പോഴും കിട്ടിയത് അബ്ദുള്ളാന്റെ നറുക്കാണ്. ഇനിയിപ്പോ എന്താ കാട്ടുക? എല്ലാരും പറഞ്ഞു അറക്കാൻ പറ്റൂല, നാട്ടുകാരും പറഞ്ഞു അറക്കാൻ പറ്റൂല. അങ്ങനെ അവസാനം അക്കാലത്ത് ജീവിച്ചിരുന്ന പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതന്റെ അടുക്കൽ പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ഈ അമ്പെടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഒരു പാത്രത്തിൽ ഈ നറുക്കെടുക്കുന്നതിന്റെ ഒരു പഴയ രീതിയാണ് അമ്പെടുക്കൽ. ഒരു പാത്രത്തിൽ അബ്ദുള്ളാന്റെ പേര് എഴുതിയ ഒരു അമ്പിടുക. അതേ പാത്രത്തിൽ 10 ഒട്ടകങ്ങളെ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് 10 ഒട്ടകങ്ങൾ എന്ന് എഴുതിയ ഒരു അമ്പിടുക. എന്നിട്ട് അതിങ്ങനെ ഇളക്കിയിട്ട് അമ്പെടുക്കുമ്പോ ഒട്ടകങ്ങളുടേത് കിട്ടിയാല് ഒട്ടകം 10 ഇറക്കുക, അബ്ദുള്ളാനെ ഒഴിവാക്കുക. അബ്ദുള്ളാന്റേത് കിട്ടിയെന്ന് വിചാരിക്കുക, എന്നാൽ ഒട്ടകം 10 കൂടിയും കൂട്ടുക, 20 ഒട്ടകാക്കുക. എന്നിട്ട് ആയിക്കന്ന് നറുക്കിടുക. അങ്ങനെ 10 കൂട്ടിക്കൊണ്ടുവരിക എന്ന് അദ്ദേഹം തീരുമാനം പറഞ്ഞു. ഈ തീരുമാനം അനുസരിച്ച് 10 ഒട്ടകങ്ങളെയും അബ്ദുള്ളാനെ നിർത്തിയിട്ട് അമ്പും എഴുതി പാത്രത്തിലിട്ട് ഇളക്കിയിട്ട് എടുത്തു. അബ്ദുള്ളാന്റെ കിട്ടി. 10 കൂടിയും കൂട്ടി വീണ്ടും ഇട്ടു, അബ്ദുള്ളാന്റെ കിട്ടി. അങ്ങനെ പൗപ്പത്ത് കൂട്ടി 100 ഒട്ടകം തികഞ്ഞപ്പോൾ ഒട്ടകത്തിന്റെ നറുക്ക് കിട്ടി. 100 ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തു. ഇതാണ് രണ്ടാമത് അറുക്കപ്പെട്ട ആൾ എന്ന് പറഞ്ഞ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയാണ്.